ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഏറ്റവും ഹെൽത്തി ആയ ഒരു ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഒലീവ് ഓയിൽ. ഒലീവ് പഴങ്ങളിൽ നിന്നാണ് ഒലീവ് ഓയിൽ തയ്യാറാക്കപ്പെടുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അപകടകരമായ രാസപദാർത്ഥങ്ങൾക്കെതിരെ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പല ജീവിതശൈലി രോഗങ്ങളെയും ചെറുക്കാൻ ഈ ആന്റി ഓക്സിഡന്റുകൾ നമ്മളെ സഹായിക്കും. അതിൽ തന്നെ ഒലീവ് ഓയിൽ ഇന്ന് ഏറെ ജനപ്രിയമാണ്. ഒലീവ് ഓയിലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒലീവ് ഓയിൽ ആർക്കൊക്കെ കഴിക്കാം, ഒലീവ് ഓയിൽ കഴിക്കേണ്ട അളവ് എത്ര, എങ്ങനെ കഴിക്കണം, അങ്ങനെ ഒത്തിരി സംശയം എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പതുക്കെ നോക്കി പോവാം. രോഗസാധ്യത കുറയ്ക്കാൻ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് ഒലീവ് ഓയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങി നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. എന്നിരുന്നാലും കലോറി കൂടുതലായതിനാൽ ആഹാരത്തിൽ മിതമായ അളവിൽ ചേർത്ത് കഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യ ഗുണങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ തന്നെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചില നിലവാരം കുറഞ്ഞ എണ്ണകൾ മറ്റ് എണ്ണകളുമായി യോജിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ആരോഗ്യപരമായ ഗുണങ്ങൾ ചിലപ്പോൾ നമുക്ക് ലഭിക്കാതെയും പോകാം. ഒലീവ് ഓയിൽ കഴിക്കുന്നതിന് പ്രത്യേക അളവുണ്ടോ? അങ്ങനെയെങ്കിൽ ആരോഗ്യ ഗുണങ്ങൾക്കായി ഒരു ദിവസം കഴിക്കേണ്ട അളവ് എത്രയാണ്? അറിയില്ല അല്ലേ? ഓരോ വ്യക്തിയുടെയും പ്രായവും മറ്റ് ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചാണ് ഒലീവ് ഓയിൽ ആഹാരത്തിൽ ചേർക്കേണ്ടത്. എന്നിരുന്നാലും ദിവസവും 1 ടേബിൾ സ്പൂൺ എന്ന അളവിൽ ഉപയോഗിക്കാം. ഇത്രയും അളവ് ഒലീവ് ഓയിൽ ഏകദേശം 120 കലോറിയും 14 ഗ്രാം കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. ആളുകളുടെ ആരോഗ്യസ്ഥിതിയും മറ്റ് ആക്ടിവിറ്റികളും കണക്കിലെടുത്ത് ദിവസവും 1 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാം. എന്നിരുന്നാലും ഉപയോഗിക്കുന്നതിന് മുൻപായി ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും. ഇനി ഒലീവ് ഓയിൽ എങ്ങനെ കഴിക്കണം? ഒലീവ് ഓയിൽ നേരിട്ട് നമുക്ക് കഴിക്കാം. ധാരാളം ആളുകൾ ആഹാരത്തിൽ ചേർത്ത് ഇത് കഴിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒലീവ് ഓയിൽ കലോറിയും കൊഴുപ്പും അതിൽ കൂടുതലാണ്. ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാൻ ആഹാരത്തിൽ മിതമായ അളവിൽ ചേർത്ത് കഴിക്കുക. ഉയർന്ന നിലവാരമുള്ള ഒലീവ് ഓയിൽ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോഷകമൂല്യം കൂടുതലും ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യവും ഇത്തരം ഒലീവ് ഓയിലാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒലീവ് ഓയിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ തുടക്കത്തിൽ ആഹാരത്തിൽ അല്പം മാത്രം ചേർത്ത് ക്രമേണ നമുക്ക് അളവ് വർദ്ധിപ്പിച്ചെടുക്കാം. ഇനി ഒലീവ് ഓയിലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരോഗ്യകരമായ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ ഒലീവ് ഓയിൽ നമ്മളെ സഹായിക്കും. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ, രക്തസമ്മർദ്ദം കുറയുന്നതിന്, അതുവഴി ഹൃദ്രോഗ സാധ്യത കുറയുന്നതിനുമൊക്കെ നല്ലതാണ്. ക്യാൻസർ, ആർത്രൈറ്റിസ് പോലുള്ള രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന പോളിഫിനോളുകൾ ഒലിവ് ഓയിലിൽ ധാരാളമുണ്ട്. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളാണ് രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നത്. തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നല്ലതാണ് ഒലീവ് ഓയിൽ. വാർദ്ധക്യത്തോടനുബന്ധിച്ച് സംഭവിക്കാവുന്ന ഓർമ്മ പിശക് പോലുള്ള അവസ്ഥകളെ ഒരു പരിധി വരെ തരണം ചെയ്യാൻ ഒലീവ് ഓയിലിന് സാധിക്കും. രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് വഴി നമ്മുടെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും ഇത് ഇല്ലാതാക്കി തരും. അതുമാത്രമല്ല നമ്മുടെ ടൈപ്പ് 2 പ്രമേഹ സാധ്യതയും കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിന് ഏറെ നല്ലതാണ് ഒലീവ് ഓയിൽ. ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും ഫ്രീ റാഡിക്കലുകൾ മൂലം ചർമ്മത്തിനുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന് നമുക്ക് ഗുണം ചെയ്യും. ഭാരം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. നല്ല ദഹനത്തിനും ഒലീവ് ഓയിൽ ഒരു അടിപൊളി സംഭവമാണ്. അൾസർ, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കി ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഒലീവ് ഓയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രായമേറുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ പ്രത്യക്ഷമാകുന്ന വരകൾ, ചുളിവുകൾ എന്നിവ കുറയ്ക്കാനും ബാഹ്യ ഘടകങ്ങൾ മൂലം ചർമ്മത്തിലുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാനും ഒലീവ് ഓയിലിന് കഴിയും. ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാൻ നല്ലതാണ്. ചർമ്മത്തിന് നിറം മെച്ചപ്പെടുത്തും, ഭംഗി കൂട്ടും. പിന്നെ നമ്മുടെ സ്ട്രെച്ച് മാർക്ക്, കറുത്ത പാടുകൾ, സൂര്യതാപം മൂലം ചർമ്മത്തിലേൽക്കുന്ന നിറവ്യത്യാസം ഇതൊക്കെ മാറ്റിത്തരാൻ ഒലീവ് ഓയിൽ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. കൂടിയ അളവിൽ ഒലീവ് ഓയിൽ കഴിച്ചാൽ അതിസാരം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വരെ കാരണമായേക്കാം. ഭാരം കുറയുന്നതിന് പകരം ഇത് ഭാരം കൂടാൻ കാരണമാകും. ഒലീവ് ഓയിൽ ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രം ഇത് നിങ്ങൾ ഉപയോഗിക്കുക. നിലവാരം കുറഞ്ഞതും മായം ചേർത്തതുമായ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ നേടാനുള്ള സാധ്യത കുറയ്ക്കും. അപ്പം ഒലീവ് ഓയിലിന് ഇത്തരത്തിൽ ധാരാളം സവിശേഷതകളുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ കൃത്യമായി ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. സോഷ്യൽ മീഡിയ കേരള വിഷൻ.